എറണാകുളം നിയമസഭാ സീറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങിയ കെ.വി. തോമസിന് വലിയ നിരാശയാണ് ഫലം. ജനതാദളിന് CPM എറണാകുളം വിട്ടു നൽകുകയും സാബു ജോർജ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെയാണ് കെ.വി. തോമസ് വീണ്ടും പുറത്തായത്. എറണാകുളം സ്വന്തം കൈവെള്ളയിൽ എന്ന പോലെ അറിയാമെന്ന് വീമ്പ് പറഞ്ഞ് CPMൽ നിന്ന് സീറ്റ് വാങ്ങിക്കാമെന്നൊക്കെ കെ.വി. തോമസ് കണക്കുകൂട്ടിയതാണ്. എന്നാൽ പ്രാരംഭ ചർച്ചയിൽ പോലും കെ.വി. തോമസ് എന്ന പേര് ഉയർന്നു വന്നില്ല. മത്സരിച്ച് ജയിച്ചാൽ ഇനിയെങ്ങാനും LDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാമെന്ന മോഹം കൂടിയാണ് കരിഞ്ഞു വീണിരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് കെ.വി. തോമസ് കോൺഗ്രസ് കൂടാരത്തിനോട് ബൈ പറഞ്ഞ് CPM അനുഭാവിയായി മാറിയത്. പാർട്ടിയിൽ ഏറെക്കാലം നിന്നെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നീടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കെ.വി. തോമസിനെ ഡൽഹിയിൽ അരിയിട്ട് വാഴിച്ചത്. എന്നാൽ പറയാതെ തരമില്ല, തോമസ് ഡൽഹിയിൽ വൻ പരാജയമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രത്യേക പാക്കേജ് പോലും ഡൽഹിയിൽ നിന്ന് നേടിയെടുക്കാൻ കെ.വി. തോമസിന് സാധിച്ചില്ല. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലും കേരളം എന്ന പേര് എന്നേക്കുമായി മാഞ്ഞുപോയെന്ന് കാണാൻ സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വേളയിലാണ് എറണാകുളത്ത് മത്സരിക്കാൻ തോമസ് കച്ചകെട്ടിയത്. തനിക്കോ അല്ലെങ്കിൽ താൻ വഴി തന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് കെ.വി. തോമസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കോൺഗ്രസിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വലിയ അവഗണനയാണ് CPMൽ നിന്ന് കിട്ടിയത്. സീറ്റ് പോയിട്ട് പ്രചാരണത്തിന്റെ ചുമതല പോലും തോമസ് മാഷിലേക്ക് തേടിയെത്തിയില്ല. ജനസേവനത്തിനപ്പുറം അധികാര രാഷ്ട്രീയത്തിന് വില കൽപ്പിക്കുന്ന കെ.വി. തോമസ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് മറുകണ്ഠം ചാടി CPMനൊപ്പം കൂടിയത്. കോൺഗ്രസ് വിടാനുള്ള കാരണം കെ.വി. തോമസ് പല രീതിയിലാണ് പറയുന്നതെങ്കിലും അടിസ്ഥാനമായി നിൽക്കുന്നത് എറണാകുളത്ത് പാർട്ടി സീറ്റ് നിഷേധിച്ചതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.വി. തോമസിൽ നിന്ന് സീറ്റ് എടുത്ത് കോൺഗ്രസ് ഹൈബി ഈഡനാണ് നൽകിയത്. മികച്ച മാർജിനിൽ തന്നെ ഹൈബി അവിടെ വിജയിക്കുകയും ചെയ്തു. നേരത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ മകൾ രേഖ തോമസിനെ മത്സരിപ്പിക്കണമെന്ന ചിന്ത കെ.വി. തോമസിനുണ്ടായിരുന്നു. പല പ്രാവശ്യം കെ.വി. തോമസ് മത്സരിച്ചിട്ടുള്ളതിനാൽ എറണാകുളം മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം തോമസിന് കാണാപാഠമാണെന്ന് CPMന് ബോധ്യമുണ്ട്. ഓരോ വോട്ടർമാരെയും നേരിട്ടറിയുകയും ചെയ്യും. തോമസ് സ്ഥാനാർത്ഥിയായാൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണയും ഉറപ്പിക്കാമെന്നും ഇടതുപക്ഷം കണക്കുകൂട്ടിയിരുന്നു. കെ.വി. തോമസിന്റെ മകൾ വരുമ്പോഴും ഈ ആനുകൂല്യങ്ങൾ വോട്ടാകുമെന്ന ചിന്ത CPMലുണ്ട്. ലത്തീൻ സമുദായ വോട്ടുകൾ നിർണായകമായ എറണാകുളത്ത് കെ.വി. തോമസിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു അംഗത്തെ ഇറക്കിയാൽ സമുദായ വോട്ടുകൾ ഉറപ്പിക്കാനാകുമെന്നും എറണാകുളത്തെ CPM പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ജനകീയനല്ല എന്ന ഒറ്റ കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കെ.വി. തോമസിനെ CPM മാറ്റി നിർത്തിയതിന്റെ കാരണമെന്ന് പറയാം. കേരളത്തിൽ തന്നെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് ഏറ്റവും അധികം സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് എറണാകുളം. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് കെ.വി. തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തോമസ് മാഷ് മോഹം പൊടിതട്ടിയെടുക്കുകയും ചില ചാനലുകളിൽ അഭിമുഖമായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുമപ്പുറം കെ.വി. തോമസിന്റെ രാഷ്ട്രീയ പിൻഗാമിയായ രേഖ തോമസ് വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രേഖയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കൊച്ചി, വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മകൾക്കായി അനുവദിക്കണമെന്നായിരുന്നു തോമസിന്റെ ആവശ്യം. പിന്നാലെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതും വിജയം കണ്ടില്ല. ഇപ്പോൾ രേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് CPM നേതൃത്വവുമായി പലവിധ ചർച്ചകൾ കെ.വി. തോമസ് നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള MLA KJ മാക്സിയാണ്. മാക്സിക്ക് ശേഷം മാറുന്നത് സംബന്ധിച്ച് CPMൽ ഇതുവരെ ഒരു പേര് ഉയർന്നു വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ രേഖയെ അവതരിപ്പിക്കാനുള്ള സാധ്യതയും കെ.വി. തോമസ് തേടിയെങ്കിലും വീണ്ടും നറുക്കുവീണത് KJ മാക്സിക്ക് തന്നെയാണ്. എറണാകുളവും നോക്കിവെച്ചിരുന്ന കൊച്ചി മണ്ഡലവും കൈവിട്ടതോടെ കെ.വി. തോമസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കൂടിയാണ് തിരശ്ശീല വീഴുന്നത്. UDF സർക്കാർ ഉണ്ടാക്കുക കൂടി ചെയ്താൽ കെ.വി. തോമസ് എന്ന മുൻ കേന്ദ്രമന്ത്രിക്ക് കട്ടയും പടവും അടക്കി എന്നേക്കുമായി രാഷ്ട്രീയ ജീവിതത്തിനോട് വിട പറയേണ്ടി വരുമെന്ന് കൂടി പറയാം.